മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാവിലത്തെ പത്രസമ്മേളനം ഈ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുക. അല്ല, UDF-ലേക്ക് ക്ഷണിക്കേണ്ടതില്ല, ഞാൻ മത്സരത്തിനുമില്ല എന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞില്ലേ? അങ്ങനെയാണ് UDF-ലേക്ക് വൈകിട്ട് വന്ന പ്രതികരണത്തിൽ ഞാൻ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. കഴിഞ്ഞ ദിവസം UDF-ന്റെ കൺവീനറും അതേപോലെ തന്നെ UDF-ഉം ചേർന്നിട്ട് അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള കേട്ടുകേൾവിയില്ലാത്ത ഒരു പരിപാടിയാണ് ഞങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞിട്ടുള്ളത്. UDF-ൽ രമ അസോസിയേറ്റ് ഘടകകക്ഷിയാണ്. അതെങ്ങനെയാ? രമയുടെ പാർട്ടി തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ നയനിലപാടുകളോടും യോജിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല, ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് UDF-ൽ അംഗത്വം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് രമ UDF-നകത്തേക്ക് പോകാതിരിക്കുന്നത്. അതേ രൂപത്തിലൊരു അസോസിയേറ്റ് ഘടകകക്ഷിയല്ല TMC ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇവിടുത്തെ സിമ്പിളായ രണ്ട് ചോദ്യമാണ്. ഒന്ന്, UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ തള്ളിപ്പറയുന്ന ആളിനെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും? രണ്ട്, മുന്നണിയുടെ ചെയർമാനെ തന്നെ പരസ്യമായി രൂക്ഷമായി വിമർശിക്കുന്ന ആളിനെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും? ഉണ്ട്, കാരണമുണ്ട്. ഞങ്ങൾ എത്ര കാലമായി UDF-ന് കത്ത് കൊടുത്ത് ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി 2 മണിക്കൂറോളം VD സതീശനുമായി ചർച്ച നടത്തിയതിനു ശേഷം 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം പ്രഖ്യാപിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ PV അൻവർ പറഞ്ഞു ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി. അല്ലല്ല, എന്താണ് അസോസിയേറ്റ് എന്നൊക്കെ വ്യക്തമാക്കാൻ ഞാൻ തന്നെ പത്രസമ്മേളനം നടന്നു. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിയ സമയത്ത് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തീരുമാനം VV പ്രകാശ് എന്താ പറഞ്ഞത്? ഇന്നലെ ഞങ്ങൾ മുമ്പേ എടുത്ത തീരുമാനമാണ്. നോമിനേഷൻ കൊടുക്കാനുള്ള സമയപരിധി കഴിയാൻ പോകുന്ന സമയത്ത് PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ? ആ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് മാത്രം എത്തുന്നില്ല. അവിടെയാണ് പ്രശ്നം. PV അൻവർ ജനങ്ങളുടെ സമ്മർദ്ദത്തിനനുസരിച്ചായിരിക്കും PV അൻവറിന്റെ മത്സരം. 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ. ശരി.